നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഒരൊറ്റ മസാല മതി നമുക്ക് ഈ കറിയിലേക്കായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ചാനൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ കറിയിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെക്കുക. അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിരിയൻ മുളകാണ് എടുത്തിരിക്കുന്നത്. ഏത് മുളകാണെങ്കിലും കുഴപ്പമില്ല. ഒരു 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുവാപ്പട്ടയുടെ ഇലയാണ്, ബേ ലീവ്സ്. അത് ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഇലയ്ക്ക് ഒന്ന് ചുളുങ്ങി വരില്ലേ, ഈ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ മസാല ശരിക്കും നമുക്കൊരു 6 ടേബിൾ സ്പൂൺ കിട്ടും. ഇനി നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം എപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഞാൻ ഇവിടേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളകാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഏലക്കായ, ഒരു 4 എണ്ണം. ഏലക്കയുടെ ഫ്ലേവർ വേണ്ടവർക്ക് കുറച്ചുകൂടെ എടുക്കാം, പക്ഷെ ഞാനൊരു 4 എണ്ണം എടുക്കുന്നുള്ളൂ. പിന്നെ ഗ്രാമ്പൂ ഒരു 4 എണ്ണം. ഗ്രാമ്പൂവും ഏലക്കയൊക്കെ നമുക്ക് ഫ്ലേവർ അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോ 4 എണ്ണം എടുക്കുന്നോണ്ടിട്ട് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കില്ല. പിന്നെ വേണ്ടത് ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം, പിന്നെ ജാതിക്കയുടെ തൊലി. ഇത്രയുമാണ് നമുക്ക് സ്പൈസസ് ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഓടുകാച്ചെടുക്കാം. ആയിട്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇല കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ചൂടാറിയതിനു ശേഷം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല മതി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. അതിനായി ഒരു പാൻ വെക്കുക. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മുടെ ചിക്കൻ കറി വെക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരട്ടെ, ട്രാൻസ്പെറന്റ് ആയി വന്നവരെ വഴറ്റി കൊടുക്കാം. കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമുക്ക് തുറന്നു നോക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കട്ടെ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല ഇടുമ്പോൾ തന്നെ ചിക്കൻ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ മസാല ലൈവായിട്ട് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണൽ ആണ്, ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് ചിക്കൻ വേകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കി കൊടുക്കണേ. നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. ഇനി ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണിത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ലാസ്റ്റ് ചേർക്കുന്നത് ശരിക്കും അങ്ങോട്ട് ഉടഞ്ഞു പോവാതിരിക്കാനാണ്. ആ ചിക്കൻ കറി കഴിക്കുമ്പം ആ തക്കാളിയും കൂടെ ഒന്ന് കിട്ടിയാൽ നല്ല സ്വാദാണ്. തക്കാളി ചേർക്കുമ്പോൾ ആ കുക്കിംഗ് കഴിഞ്ഞ ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അടച്ചു വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ സെർവ് ചെയ്യണമെങ്കിൽ ചെയ്യാം. നല്ല ടേസ്റ്റ് ആണ് ഇതിന്റെ ഗ്രേവിക്ക്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഡ്രൈ ആയി ഒരു ബ്രൗൺ കളറിൽ വരണം. ഇരിക്കുന്തോറും ഈ ചിക്കന് ടേസ്റ്റ് വളരെ കൂടുതലാണ്. ശരിക്കും ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. ആ മസാലയൊക്കെ ശരിക്കും ആ ചിക്കനിൽ സ്റ്റിക്കായിട്ടൊന്ന് പിടിക്കണം. നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച മസാലയിൽ ഒരു 1/4 ഭാഗം കൂടെ ഇപ്പൊ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മൊത്തം 2.25 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ എടുത്ത അളവിൽ നമുക്ക് 6 ടേബിൾ സ്പൂൺ മസാല കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മുടെ ചിക്കൻ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് വറ്റി വരട്ടെ. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതേപോലെ മസാല പ്രിപ്പയർ ചെയ്തൊന്ന് ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഒരു മോരുചാറും ഈ ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്